സൂപ്പർ. ആ പൊളിച്ചങ്ങള് സാധനം. കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ? മമ്മിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കേട്ടോ. നമുക്കിന്ന് ചക്കപ്പുഴുക്ക് റെഡിയാക്കി എടുക്കുക. അപ്പൊ അതിനായിട്ട് നമ്മൾ ചക്ക ഇടാനായിട്ട് പോവുകയാണ്. വലിയൊരു ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചക്കയാണ് ഈ വർഷത്തെ ആദ്യമായിട്ട് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ചക്ക ഇടാം. ചക്ക കുറച്ച് ഹൈറ്റിലാണ്. അച്ഛനൊരു ഡ്രമ്മൊക്കെ വെച്ച് കേറിയിട്ട് ഇതാ ചക്ക വെട്ടിയെടുക്കുന്നുണ്ട്. ചക്ക നിലത്ത് വീണിട്ടുണ്ട്. അച്ഛനും അനിയനും കൂടി ഇതാ ചക്ക പിടിച്ചു കൊണ്ടുണ്ട്. രണ്ടാൾ കൂടി പിടിക്കണം. നല്ല വെയിറ്റ് ഉള്ള ചക്കയാണ്. ഇപ്പൊ ഇതാ വല്യച്ഛ വന്നിട്ടുണ്ട് കേട്ടോ. വല്യച്ഛന്റെ വീട്ടിലെ കോടാലി വെച്ചിട്ടാണ് നമ്മള് ചക്ക വെട്ടിയെടുക്കുന്നത്. ആ അച്ഛന് ഒറ്റ വെട്ടിന് തന്നെ 2 കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു മഞ്ഞ കളറായിട്ടുള്ള ചോളയാട്ടോ. ഇനി ചക്ക നമുക്ക് പിന്നെ ഉള്ളിൽ ചോള എടുക്കാൻ പാകത്തിനൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നല്ല വലിപ്പം വറക്കാൻ നല്ല ചോള തിന്നണുണ്ടോ? വല്യമ്മക്ക് വീഡിയോയിലിടാൻ വേണ്ടിട്ട് വല്യച്ഛൻ തിന്നാണ്. ചക്ക വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് ചുള വേറെ എടുത്തെടുക്കുകയാണ് കേട്ടോ. എല്ലാരും കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. വല്യച്ഛനും ഉണ്ട് കേട്ടോ സഹായത്തിന്. എന്താ ചേച്ചി വന്നിട്ടുണ്ട് വല്യമ്മക്ക് പലക ഇട്ടിട്ടോ. നമുക്ക് ഇതിന്റെ ഇടയിൽ പായസം കൂടി ഉണ്ടാക്കണം. അതിനുള്ള പാലും കൂടെ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. അമ്മയും വല്യമ്മയും വല്യച്ഛനും കൂടി ഇതാ ചക്ക എല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. വല്യച്ഛനിക്ക് ഈ ചക്ക പിന്നെ ചീര അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒക്കെ പണിയെടുക്കാൻ വല്യച്ഛനും കൂടാറുണ്ട്. അച്ഛനും ഉണ്ട് കേട്ടോ സഹായത്തിന്. പിന്നെ അതെല്ലാരും കൂടെ ഒന്ന് സംസാരിച്ച് നിൽക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് എന്തായാലും ചക്ക എല്ലാരും വെട്ടിയെടുക്കല്ലേ. അപ്പൊ ഒരു കട്ടൻ ചായയും കൂടെ കൊടുക്കാന്ന് വിചാരിച്ച് ഞാൻ വേഗം ചായ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. കയ്യിൽ നിറച്ച് വിളഞ്ഞൊട്ടി പിടിച്ചിട്ടുണ്ട്. നമ്മൾ മീൻകുട്ടിക്ക് പുതിയൊരു ബാഗൊക്കെ ഇട്ടിരിക്കുന്നത് വെച്ച് കളിക്കാണ്. വല്യച്ഛന് ഒരാൾ ചായ വായിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ നിറച്ച് വിളഞ്ഞായതുകൊണ്ട്. പിന്നെ മാളത്താത്തിയും ചിന്നും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടില് ചെറിയൊരു പേരക്കേന്റെ തൈ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിറച്ച് പേരക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിനൊന്ന് പഴുത്തത് അച്ഛൻ മീനുവിനെ കൊണ്ട് പറപ്പിക്കുകയാണ്. ഈ ചക്കേന്റെ ഇടയിൽ പേരക്ക പറിക്കാനും പോയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ പേരക്ക കഴിക്കാനായിട്ട്. നമ്മൾ ഈ ഫാമിൽ പോയതിന്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറി കാണാൻ. ചെറിയ തൈ ആകുമ്പോ തന്നെ ഇഷ്ടം പോലെ കായ്കൾ ഉണ്ടാവും. അധികം നന്നായിട്ട് പഴുത്തിട്ടില്ല, എന്നാലും കഴിക്കാൻ നല്ല മധുരമുള്ള ഒരു പഴുപ്പായിട്ടുണ്ടായിരുന്നു. അമ്മ അതെല്ലാം ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിട്ട് കേട്ടോ. ഒരു പേരക്കുള്ളൂ. എല്ലാരും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി കഴിച്ചു. ചക്ക പറിച്ചിരുന്നതിന്റെ കൂടെ നമ്മൾ കുറെ തിന്നുന്നുണ്ട് കേട്ടോ പച്ചക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് പച്ചക്കായാലും ഇത് കഴിക്കാനായിട്ട്. പിന്നെ അതാ ചക്ക എല്ലാം ചുളർച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇരുട് വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് വീടിന്റെ അകത്തേക്ക് കയറ്റി വെച്ച് എല്ലാരും കൂടെ ചക്ക എല്ലാം ചുളവറച്ചെടുക്കുകയാണ്. അമ്മയും വല്യമ്മയും കൂടെ പായസം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്ലാസ്സിലാക്കിയിട്ട് എല്ലാവർക്കും കൂടെ കൊടുക്കുകയാണ്. ചക്ക എന്തായാലും ആയി വരുമ്പോ കുറച്ച് സമയമാകും. ഇപ്പുറത്ത് ചിക്കൻ കറീന്റെ അത് റെഡിയാക്കുന്നുണ്ട് ചക്കേന്റെ കൂടെ കഴിക്കാനായിട്ട്. ചക്ക വെട്ടിയ ക്ഷീണം നമ്മൾ പായസം കുടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാരും കൂടെ പായസം കുടിച്ച് ഇത് ചക്ക എല്ലാം എത്ര നേരം ചുളവറച്ചതല്ലേ. ഇനി ചക്ക അടുപ്പത്ത് വെക്കാനായിട്ട് വല്യമ്മ ഒരു ചെമ്പിലേക്ക് 2 ചെമ്പിലാട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. 2 ചക്കയോളം നമ്മൾ ചുളവറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. 2 ചെമ്പിലായിട്ട് വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അമ്മയും വല്യമ്മയും കൂടെ ആയിട്ടാ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും കൂടെ റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറെ തമാശകളൊക്കെ പറഞ്ഞ് ഒരു ഡാൻസ് ഒക്കെ കളിച്ചിട്ട് എല്ലാരും കൂടെ കൂടിയിട്ട് ചിരിക്കുകയാണ്. എല്ലാരും കൂടെ ഒത്തുചേരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനും നമുക്ക് ഓരോ വർത്താനം പറയുമ്പോഴും ഇങ്ങനെ കളിച്ച് ചിരിച്ചിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. അമ്മയും വല്യമ്മയും കൂടെ ഇളക്കിയിട്ട് അവർക്ക് പറ്റാത്തയും കൊണ്ട് അച്ഛനെ വിളിച്ചതാണ്. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ചക്ക.
അച്ഛന് നല്ല ചൂടാണ്, ഇങ്ങനെ ഉടയ്ക്കാനൊന്നും പറ്റുന്നില്ല. ചൂടും കൊണ്ട് നമ്മൾ അടുപ്പിൽ നിന്ന് ഒന്ന് മാറ്റി താഴെ ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള അരപ്പ് അതിൻ്റെ ഇടയ്ക്ക് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അരപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് കഴിക്കുകയാണ്. നമ്മൾ എല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ നിന്നായിട്ട് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചക്കപ്പുഴുക്കും ചിക്കൻ കറി ഇതവിടെ റെഡി ആയിട്ട് എല്ലാവരും കഴിക്കാനായി തുടങ്ങിയിട്ടുണ്ട്. ചക്കപ്പുഴുക്ക് കഴിക്കുമ്പോൾ ഓരോ തമാശകൾ അറിഞ്ഞ ചിരിച്ചും കൊണ്ടട്ടെ കഴിക്കുന്നത്. കുറെ പേര് ടേബിളിലും കുറച്ച് ആൾക്കാർ നിലത്തും കൂടെ ഇരുന്നിട്ടട്ടെ കഴിക്കുന്നത്. ഇലയിലും പ്ലേറ്റിലും കൂടെയാണ് കഴിക്കുന്നത്. നല്ല ആസ്വദിച്ച് കഴിക്കുന്ന ഒരാൾ വല്യച്ഛനാണ് കേട്ടോ. വല്യച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും കൂടെ. ഞാനിവിടെ കുറച്ചെടുത്ത് മീനുവിനും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവളും കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാരും കൂടെ ഒത്തുചേർന്ന് ഇങ്ങനെ സന്തോഷമായിട്ടിരുന്ന് കഴിക്കുമ്പോൾ എന്തായാലും ഒരു പ്രത്യേക ഒരു സുഖം, ഒരു സന്തോഷം കൂടി കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഒത്തുചേർന്നിട്ട് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കഴിക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എല്ലാവർക്കും ഒത്തുചേരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ. അതിങ്ങനെ ഒത്തുചേരുന്ന ഒരാൾക്കാർക്ക് അങ്ങനെ അറിയുള്ളൂ സന്തോഷമൊക്കെ എന്താന്നുള്ളത്. അപ്പൊ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഒത്തുചേർന്നിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലൈക്കും കമന്റും ചെയ്യണേ.